ഹായ് ഗായ്സ്, ഗിൽബ്രോ എന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 8 മണിവരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 6 മത്സരാർത്ഥികളാണുള്ളത്. 6 മത്സരാർത്ഥികളിൽ നിന്ന് ഒരു മത്സരാർത്ഥി മിഡ് വീക്ക് എവിക്ഷനായി പുറത്തു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് മറ്റാരുമല്ല, നമ്മുടെ വോട്ടിംഗ് റിസൾട്ടിൽ ഏറ്റവും വോട്ട് കുറഞ്ഞ ശ്രീതു തന്നെയാണ് പുറത്തായത്. ഏകദേശം 100% കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇനിയുള്ള 5 മത്സരാർത്ഥികളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി വിജയിക്കത്തുള്ളൂ. അതോടൊപ്പം വരുമണിക്കുള്ള കൃത്യമായ വോട്ടും വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് രാവിലെ 8 മണിയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസിൽ 1ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോ ഇപ്പോൾ ബഹുദൂരം മുന്നിലേക്ക് പോയി കഴിഞ്ഞു. ഇത്തവണ കപ്പ് ഉയർത്തും എന്ന് തരത്തിൽ പറയുന്ന രീതിയിലേക്ക് ഒരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ ജിൻഡോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും വോട്ടിങ്ങിൻ്റെ മധ്യഭാഗമായപ്പോഴേക്കും നല്ലൊരു മുന്നേറ്റം നടത്തി മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയി. ഇപ്പോൾ 4,75,343 വോട്ട് നേടി 1ാം പൊസിഷൻ തന്നെ ശക്തമായി തുടരുകയാണ്. 2ാം പൊസിഷനിൽ ജാസ്മിനാണുള്ളത്. വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പറയുന്ന ഒരു വോട്ടിംഗ് പ്രകടനമാണ് ജാസ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ജിൻഡോയോട് വെല്ലുവിളി ഉയർത്താൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 4,89,000 വോട്ട് നേടിയാണ് തൻ്റെ 2ാം പൊസിഷനിൽ ശക്തമായി തുടരാൻ സാധിച്ചിരിക്കുന്നത്. 3ാം പൊസിഷനിൽ അർജുൻ തന്നെയാണ് തുടരുന്നത്. അർജുൻ ഇപ്പോൾ ചെറിയൊരു മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. ഏകദേശം ജാസ്മിനുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താനുള്ള കെൽപ്പ് ഇപ്പോൾ അർജുന് വന്നിട്ടുണ്ട്. ഇപ്പോൾ 3,99,807 വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4ാം പൊസിഷനിൽ അഭിഷേക് തന്നെയാണ് തുടരുന്നത്. യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ ഒരു ജേതാവാകാൻ തക്ക വിധത്തിലുള്ളൊരു വോട്ടിംഗ് പ്രകടനമൊന്നും ഇതുവരേക്കും കണ്ടുവരുന്നില്ല. എന്നിരുന്നാൽ കൂടെ 3,05,600 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ ശക്തമായി തുടരുകയാണ് അഭിഷേക്. 5ാം പൊസിഷനിൽ ഋഷി തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീധുവിനെ അട്ടിമറിച്ചതിന് ശേഷം വളരെ വലിയൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് ഋഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴിതാ അഭിഷേകുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. 3,150,000 വോട്ട് നേടിയാണ് തൻ്റെ 5ാം പൊസിഷനിൽ ശക്തമായി തന്നെ തുടരുന്നത്. 6ാം പൊസിഷനിൽ ശ്രീധുവാണ്. ഈ തവണ പുറത്തു പോകുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ശ്രീധു. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് മിഡ് വീക്ക് എവിക്ഷനിൽ ശ്രീധുവാണ് പുറത്തു പോയത്. അതിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 2,84,355 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്. നമ്മുടെ വോട്ടിംഗ് റിസൾട്ട് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ശ്രീധുവാണ് പുറത്തു പോകാൻ ഏറ്റവും ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥി. ഏതായാലും മിഡ് വീക്ക് എവിക്ഷനിലെ എവിക്ഷൻ കൺഫർമേഷൻ ഉടൻ തന്നെ എത്തും. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്